കൈ കയറി പിടിച്ചു. ഞങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ആണോ? പക്ഷെ ഇത് കണ്ടോ? എന്താ കയ്യിന്ന് വിടറോ? ആരും അറിയത്തില്ലെന്നേ. ഞാനകത്തോട്ട് വരാം. കയ്യിന്ന് വിടാൻ. ഞാനകത്തോട്ട് വരട്ടെ. ചേട്ടാ എന്റെ കൈ കയറി പിടിച്ചു. നീ ആരടാ? ചേട്ടാ നിനക്ക് പോലീസിനെ വിളിക്ക്. ഇവനെ പോലീസിൽ ഏൽപ്പിക്കാം. അവരുടെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിയാലേ ഇവനൊക്കെ പഠിക്കൂ. ആ എന്നാ വേഗം പോലീസിനെ വിളിക്കും. അല്ല എന്താ തെളിവ്? തോന്നിവാസം കാണിച്ചിട്ട് നിന്ന് ഡയലോഗ് അടിക്കുന്നോടാ. ഇവിടെ ക്യാമറ ഉണ്ടടാ, അതുപോലെ നിനക്ക് തെളിവ്. ക്യാമറ മാത്രമല്ലടാ, ഒരു പെൺകുട്ടി നിന്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്താൽ അത് മാത്രം മതി. ആ ക്യാമറ, ഈ ക്യാമറ വർക്ക് ചെയ്യുമല്ലോ അല്ലേ? ചെയ്യൂടാ. 1 മാസത്തെ ഫുട്ടേജ് ഉൾപ്പെടെ അതിനകത്തുണ്ട്. ആ നീ ജയിലിൽ പോയാൻ ഇത് മാത്രം മതിടാ. ആ എങ്കിലും ഓക്കെ. പക്ഷെ ആദ്യം ഞാനായിരിക്കുമല്ലേ ജയിലിൽ പോകുന്നത്? പിന്നെ നിങ്ങളുടെ ഭർത്താവായിരിക്കും. നീ എന്താടാ എനിക്കിട്ട് ഉണ്ടാക്കാൻ നോക്കുന്നത്? കയറും താൻ അത് കണ്ടോ? ഫുഡ് നേരത്തെ എത്തിയ? അതെ സാർ, ഞങ്ങൾ ഫാസ്റ്റ് ഡെലിവറിയാ. ഓഹോ, എന്ന് വെച്ചാ ചൂടാറ് മുമ്പ് കിട്ടുന്നില്ലേ? സാർ ആ OTP ഒന്ന് പറയാമോ? അതിന് OTP ഒന്നും വന്നിട്ടില്ലല്ലോ. അയ്യോ വന്നതാണ് സാർ, ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇടുന്നതാ. എടോ ധൃതി വെക്കല്ലേ, OTP ഇപ്പം വന്നോളും. അതുവരെ നമുക്ക് അകത്തിരിക്കും. വാ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. എടോ താന് വാ, അതോട് പോരാ. എടോ താൻ ആൾ കാണാൻ സുന്ദരിയാണല്ലോ. കയ്യിൽ നിന്ന് വിടറോ? ആഹാ, നീ ആള് കൊള്ളാലോ. നിനക്കൊരു OTP ഒരു കോപ്പില്ല. താൻ പോ. സാർ OTP നീ എനിക്ക് ഫുഡ് തന്നില്ലാന്ന് ഞാൻ അവിടെ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യും. അതല്ല, താൻ അകത്തോട്ട് വരികയാണെങ്കിൽ ഫുഡും തരാം, ക്യാഷും തരാം. എൻ്റെ വൈഫ് വരാൻ 1/2 മണിക്കൂർ എടുക്കും. അതിനിടയിൽ നമുക്ക് ഫുഡ് കഴിക്കാം. എന്തു പറയുന്നു? എനിക്ക് എൻ്റെ ഫുഡും വേണ്ട, ക്യാഷും വേണ്ട. എന്താ ഇന്നത്തെ ഡെലിവറി കഴിഞ്ഞാ? എന്താ നീ കരയണേ? എന്താ കാര്യം പറയാം, എന്താ കരയണേ? താൻ വാ, അതോട് പോരാ. എടാ താൻ ആൾ കാണാൻ സുന്ദരിയാണല്ലോ. കയ്യിൽ നിന്ന് വിടറോ? നീ വാ, വണ്ടി കയറി. ഇത് തന്നെയല്ലേ വീട്? അതെ, പക്ഷെ വേണ്ടടാ, അയാളുടെ കയ്യിലൊക്കെ നല്ല പൈസ ഉണ്ട്. നമുക്കിട്ട് തന്നെ പണി കിട്ടും. നീ മിണ്ടാണ്ടിരിക്കും. ഓ നീ പേടിക്കണ്ട, ഞാനിപ്പോൾ വരാം. ഇപ്പം നിനക്ക് മനസ്സിലായോടാ? മോളെ, ഇവർ പറയുന്നൊന്നും വിശ്വസിക്കരുത്. പച്ച കള്ളാണ് ഇവന്മാർ പറയുന്നത്. നമ്മളെ ക്യാഷ് അടിച്ച് മറ്റുള്ള ഇവറ്റകളുടെ തട്ടിപ്പാണ്. അത് ശരിയാ, ഞങ്ങളുടെ ക്യാഷ് ഇല്ല, ഞങ്ങൾ പാവങ്ങളാ. പക്ഷെ മേഡം അങ്ങോട്ടൊന്ന് നോക്കിയിരിക്കും. ക്യാമറ മേഡം സമയം കിട്ടുമ്പോഴേ അതിൻ്റെ ഫുട്ടേജൊക്കെ എടുത്ത് നോക്ക്. 1 മാസത്തെ ഫുട്ടേജ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പം അറിയാം അയാളുടെ തനിക്കോണം എന്താന്ന്. ആ പിന്നെ മേഡം, ഞാൻ നിങ്ങളുടെ കൈ പിടിച്ചതിന് സോറി. അതിങ്ങനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്. പാവങ്ങളാടോ, കഷ്ടപ്പെട്ട് ജീവിക്കാനുള്ള ഓട്ടത്തിലാണ്, വെറുതെ വിട്ടേരി. ലോണും കടങ്ങളൊക്കെ ഒരുപാടുണ്ട് സാറേ, അതൊക്കെ വീട്ടാനുള്ള ഓട്ടത്തിലാണ് ഞങ്ങളുടെ ഇപ്പോൾ ഉള്ളവർ. ഇതിൽ ഞങ്ങളില്ല കേട്ടോ, ഇത് തികച്ചും പേഴ്സണലാണേ.